കരുവാറ്റ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൃത്യമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപ്. കൊല്ലപ്പെട്ട വയോധികൻ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണം. പെൺകുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യങ്ങളെന്നും SP പറഞ്ഞു. കൊല്ലപ്പെട്ട ആളുടെ ബോഡി കാണുമ്പോൾ കൈയും കാലുകളും തുണികൾ കൊണ്ട് ബന്ധിച്ച നിലയിലാണ് ബോഡി കാണപ്പെട്ടത്. തുടർന്ന് കൊലപാതകം എന്നുള്ള രീതിയിൽ അന്വേഷണം നടത്തുകയും ഈ അടുത്ത ബന്ധുക്കളാണോ മറ്റ് പുറത്തുനിന്ന് വന്ന ആരെങ്കിലും ചെയ്താണോ എന്നുള്ള രീതിയിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഇതിൽ നടത്തിയത്. ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. അതായത് ഇവിടെ വീട്ടിൽ സ്വർണ്ണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാമെന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിൻ്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പൈസയും സ്വർണവും അപഹരിക്കുക എന്നുള്ളതായിരുന്നു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ. ഷാജഹാൻ, ഇപ്പോഴും കേരളത്തിലെ ജനങ്ങൾക്ക് ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. 13 വയസ്സുകാരിയ ചെറുമകളാണ് മുത്തച്ഛനെ കൊലപ്പെടുത്തിയത്, അത് കൂട്ടുകാരുടെ സഹായത്തോടെ. എല്ലാവരും +1, +2 വിദ്യാർത്ഥികൾ. ഒരു തരത്തിൽ മനസ്സിലാകുന്നില്ല എങ്ങനെ കൃത്യത്തിലേക്ക് എത്തിച്ചേർന്നു. പല കാര്യങ്ങൾ ആ പെൺകുട്ടി പറയുന്നതിൽ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് SP തന്നെ പറയുകയും ചെയ്യുന്നു. എന്താണ് ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന? ഈ മൊബൈൽ ഫോൺ വാങ്ങുക, വാഹനം വാങ്ങുക, അതുതന്നെ ആയിരുന്നു. അതിനുവേണ്ടി ചില കാര്യങ്ങൾ നിരത്തുന്നു. പോലീസ് SP പറഞ്ഞതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷാജി? തീർച്ചയായിട്ടും സിജു, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്. കാര്യം പണത്തിന് വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്നാണ്. പക്ഷേ ഇതിന്റെ പിന്നിൽ ഒരു റിവെഞ്ച് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി SP പറയുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ മുത്തച്ഛൻ ഈ പെൺകുട്ടിയോട്, അതായത് ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്കാണ് മുത്തച്ഛനോടൊപ്പം ഉണ്ടായിരുന്നത്. ഈ പെൺകുട്ടിയുടെ അമ്മയും അതോടൊപ്പം തന്നെ മുത്തശ്ശിയും ഒക്കെ തന്നെ ആശുപത്രിയിലായിരുന്നു പ്രസവവുമായി ബന്ധപ്പെട്ട്. അപ്പം ആ സമയത്ത് മോശമായിട്ട് ഇയാളുടെ ഭാഗത്തു നിന്നുള്ളൊരു പെരുമാറ്റം ഉണ്ടായി എന്നും പോലീസ് പറയുന്നുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി അടുത്ത വീട്ടിലായിരുന്നു സ്ഥിരമായിട്ട് താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഇവിടെ താമസിക്കലില്ലായിരുന്നു. അതിനുശേഷമാണ് ഈ പെൺകുട്ടി ബോയ് ഫ്രണ്ടിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ബോയ് ഫ്രണ്ടും മറ്റു 2 സുഹൃത്തുക്കളുമായി വരികയും ഇയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. അത് മൊബൈൽ ഫോണിലൂടെ ഈ പെൺകുട്ടിയെ കാണിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ ഒരു റിവെഞ്ച് കൂടി ഇതിന് പിന്നിലുണ്ട്. അപ്പോൾ പണത്തിന് വേണ്ടി മാത്രം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാര്യം 4.5 പവന്റെ സ്വർണ്ണമാണ് അപഹരിച്ചത്. അതൊക്കെ തന്നെ പോലീസ് റിക്കവർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മൊബൈൽ ഫോണും ബൈക്കുമൊക്കെ എടുക്കണം എന്നൊക്കെ ഇവർ പറഞ്ഞിരുന്നു എങ്കിൽ പോലും ഇതിന് പിന്നിൽ മറ്റു ചില വസ്തുതകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് SP-യുടെ പത്രസമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ കുട്ടികൾ ഇവർ പ്രായപൂർത്തിയാകാത്തവരായതുകൊണ്ട് തന്നെ ഇതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കാൻ തയ്യാറായില്ല. പക്ഷെ എന്തായാലും ഈ പണത്തിന് വേണ്ടി മാത്രം സ്വന്തം മുത്തച്ഛനെ കൊട്ടേഷൻ കൊടുത്ത് കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ പെൺകുട്ടിയുടെ വാക്കുകളിൽ വൈരുദ്ധ്യമുണ്ട്. പെൺകുട്ടി ഒന്നും തുറന്നു പറയുന്നില്ല. ബോയ് ഫ്രണ്ടിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത്. ഇനി എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ അറസ്റ്റ് എന്ന് പറയാൻ കഴിയില്ല. കാര്യം ജുവനൈൽ ആയതുകൊണ്ട് തന്നെ ഇവരെ മറ്റ് കേന്ദ്രത്തിലോട്ട് മാറ്റും. 2-3 വർഷം, മാക്സിമം 5 വർഷത്തെ ഒരു ശിക്ഷയായിരിക്കും സാധാരണഗതിയിൽ ഇവർക്ക് ലഭിക്കുക. അതിനുശേഷം ഇവരെ സ്വതന്ത്രമായി വിടും എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കേസ്. പക്ഷേ ഈ കേസിൽ കൃത്യമായിട്ട് സാക്ഷികളില്ല എങ്കിൽ പോലും തെളിവുകളൊക്കെ തന്നെ പോലീസിന് ലഭിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടുകയും. ഈ പോലീസിന് ആദ്യം തന്നെ ഈ 13 വയസ്സുകാരിയായ ചെറുമകളെ പെൺകുട്ടിയെ സംശയം ഉണ്ടായിരുന്നു അല്ലേ? ഈ കുട്ടിയുടെ പ്രവൃത്തികളിലൊക്കെ വൈരുദ്ധ്യം കണ്ടു, അസ്വാഭാവികമായി പെരുമാറി, ഇതൊക്കെ പോലീസിനെ സംശയം ജനിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒട്ടനവധി കേസുകൾ കൈകാര്യം ചെയ്യുന്നതാണ്. ഈ പെൺകുട്ടി ചെയ്ത കേസ് പെൺകുട്ടിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോലീസിന് മുന്നിൽ ഈ പെൺകുട്ടി അത് മറച്ചുവെക്കാൻ ശ്രമിച്ചത് പോലീസിന് ബോധ്യപ്പെട്ടു. ആദ്യം പോലീസ് അന്വേഷിച്ചത് മുളക് പൊടിയൊക്കെ വിതറി ഇങ്ങനെ പ്രൊഫഷണലായിട്ടൊരു കൊലപാതകം നടത്തുക എന്ന് പറയുമ്പോൾ അത് പുറത്തു നിന്നുള്ള ടീമായിരിക്കാം. അങ്ങനെ പുറത്തു നിന്നൊരു സംഘത്തിന് വന്ന് കൊലപാതകം നടത്തി മടങ്ങിപ്പോകാനുള്ളൊരു സാഹചര്യം അവിടെ ഇല്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ പ്രദേശത്തുള്ളവരായി എന്നുള്ളതാണ് രണ്ടാമത്തെ അന്വേഷണം. അങ്ങനെ പലരെയും ചോദ്യം ചെയ്യുന്നതിനിടയിൽ പെൺകുട്ടി ചോദ്യം ചെയ്യുമ്പോൾ പലപ്പോഴും ഇവരുടെ മൊഴികളിൽ വൈരുദ്ധ്യം വന്നു. അങ്ങനെ കൂടുതലായിട്ട് ചോദ്യം ചെയ്തതിൽ നിന്നാണ് പോലീസ് കൃത്യമായിട്ട് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്.